എന്നിട്ട് അതിൽ നബീന്റെ ചിത്രം വരയ്ക്കും, നബീനെ. പിന്നെ അപ്പുറത്തെ വാഴയിൽ ക്രിസ്തുവിനെയാക്കും. എന്നിട്ട് ഈ ചുരിക കൊണ്ട് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ എടുക്കണം. അത് കുത്തുന്ന രീതി സാധാരണ കുത്തലല്ല, കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ കുത്തിയാൽ അത് ഇങ്ങനെ തിരിക്കാൻ പറ്റും. ഇങ്ങനെ തിരിച്ചാൽ ഈ ഇരുതല മൂർച്ചയുള്ള എസ് ആകൃതിയിലുള്ള കത്തി ഈ കയ്യിൽ ഇപ്പൊ ഇങ്ങനെ വെച്ച് തിരിച്ചാൽ ഈ കൈ സർജറി ചെയ്യാൻ പറ്റൂല. ഈ കൈ അപ്പാടെ മുറിക്കണം. അതാണ് ആ എസ് ആകൃതിയുള്ള കത്തി. ഇത് പരിശീലിപ്പിക്കുന്ന പരിശീലകനാണ് ആര്? എളന്തോട്ടിൽ മനോജ്. അല്ലാണ്ട് പുള്ളി വലിയ അഹിംസാവാദിയൊന്നുമല്ല, ഗാന്ധിജിയൊന്നുമല്ല പുള്ളി. ഇനി അടുത്തത് എന്താ? നിയുദ്ധ. എന്താ നിയുദ്ധ? കൈകൊണ്ടും കാലുകൊണ്ടും എതിരാളിയെ കൊല്ലാൻ പഠിപ്പിക്കുന്ന ആയോധന കലയാണ് നിയുദ്ധ. ആ നിയുദ്ധയെ പഠിപ്പിക്കുന്ന ആളാണ് ആര്? ഈ പറയുന്ന എളന്തോട്ടിൽ മനോജ്. ഇനി അടുത്ത പരിപാടി ദണ്ഡ. ഇതൊക്കെ ഞങ്ങൾ പഠിച്ചത്. പിന്നെ നാഗപ്പൂരിന്ന് ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വെടിവെക്കല. അത് നാഗപ്പൂരിന്ന് പഠിപ്പിക്കുക. ഇറ്റാലിയൻ തോക്ക. ആ ഇറ്റാലിയൻ തോക്ക് ഉപയോഗിച്ച് വെടിവെക്കാൻ പഠിപ്പിക്കൂ. ഞാനെല്ലാം പഠിച്ചിട്ടുണ്ടത്. അപ്പൊ ഇതൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാ? മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കൊല്ലാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് ഇവിടെയുള്ള മുസ്ലിം ലീഗ് ആർക്കാ എതിര്? CPM-നെതിരാ. അവർക്ക് വോട്ട് കൊടുക്കൂല, ഇവർക്ക് വോട്ട് കൊടുക്കും. കാരണം ഇങ്ങനെ കെട്ടിപ്പണഞ്ഞ് കിടക്കുകയല്ലേ. എന്നൊക്കെ ഇവിടെ ന്യൂനപക്ഷങ്ങൾ ആപത്തിൽപ്പെട്ടിട്ടുണ്ടോ അന്നൊക്കെ അവരെ സഹായിക്കാൻ കോൺഗ്രസ് അല്ല, മുസ്ലിം ലീഗ് അല്ല, ആരാ? CPM മാത്രമേ എന്നും എക്കാലത്തും ഉണ്ടായിട്ടുള്ളൂ. ചരിത്രമതാ. പുന്നാട് അശ്വിനി കുമാറിനെ കൊന്ന സമയത്ത് 110 വീടുകൾ ആക്രമിച്ചു RSSകാര്. ആ 110 വീടുകളിൽ നിന്നും പോയ അവിടെയുള്ള മുസ്ലിം സഹോദരന്മാര്, അമ്മമാര്, ഗർഭിണികള് ഇവരെല്ലാം ഓടി. എവിടെയാ അഭയം തേടിയത്? മുസ്ലിം ലീഗിന്റെ ഓഫീസിലാ? LDF-ന്റെ ഓഫീസിലാ? കോൺഗ്രസിന്റെ ഓഫീസിലാണോ? അല്ല. എവിടെയാ അഭയം തേടിയത്? CPM-ന്റെ ഇരിട്ടിയിലെ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ മുമ്പിലാ ഇവർ അഭയം തേടിയത്. 3 ദിവസം കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടെയുള്ള സഖാക്കള് അവരെ കാത്തു സൂക്ഷിച്ചു, സംരക്ഷിച്ചു. നിങ്ങൾ എടുത്തു പരിശോധിക്കുക ഇവിടുത്തെ മുസ്ലിം ലീഗിലെ ആളുകള് എന്ന് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരായി RSS എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിലൊക്കെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി എന്നും നിലകൊണ്ടൊരു പ്രസ്ഥാനമാണ് CPM. എന്നാലും CPM മത്സരിക്കാൻ നിൽക്കുമ്പോ മുസ്ലിം ലീഗുകാർ ചിന്തിക്കും, കൂട്ടുക്കറി ഇവർക്ക് വോട്ട്. ആർക്കേ കൊടുക്കാവൂ? ഇവർക്ക്. ആർക്ക്? പാമ്പിന്, BJP-ക്ക്. നല്ല പരിപാടിയാ. എന്താ ആർഷഭാരത പാരമ്പര്യം? ആർഷഭാരത പാരമ്പര്യം എന്ന് പറയും എളന്തോട്ടിൽ മനോജ്. അല്ലാണ്ട് പുള്ളി വലിയ അഹിംസാവാദിയൊന്നുമല്ല, ഗാന്ധിജിയൊന്നുമല്ല പുള്ളി. ഇനി അടുത്തത് എന്താ? നിയുദ്ധ. എന്താ നിയുദ്ധ? കൈകൊണ്ടും കാലുകൊണ്ടും എതിരാളിയെ കൊല്ലാൻ പഠിപ്പിക്കുന്ന ആയോധന കലയാണ് നിയുദ്ധ. ആ നിയുദ്ധയെ പഠിപ്പിക്കുന്ന ആളാണ് ആര്? ഈ പറയുന്ന എളന്തോട്ടിൽ മനോജ്. ഇനി അടുത്ത പരിപാടി ദണ്ഡ. ഇതൊക്കെ ഞങ്ങൾ പഠിച്ചത്. പിന്നെ നാഗപ്പൂരിന്ന് ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വെടിവെക്കല. അത് നാഗപ്പൂരിന്ന് പഠിപ്പിക്കുക. ഇറ്റാലിയൻ തോക്ക. ആ ഇറ്റാലിയൻ തോക്ക് ഉപയോഗിച്ച് വെടിവെക്കാൻ പഠിപ്പിക്കൂ. ഞാനെല്ലാം പഠിച്ചിട്ടുണ്ടത്. അപ്പൊ ഇതൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാ? മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കൊല്ലാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് ഇവിടെയുള്ള മുസ്ലിം ലീഗ് ആർക്കാ എതിര്? CPM-നെതിരാ. അവർക്ക് വോട്ട് കൊടുക്കൂല, ഇവർക്ക് വോട്ട് കൊടുക്കും. കാരണം ഇങ്ങനെ കെട്ടിപ്പണഞ്ഞ് കിടക്കുകയല്ലേ. എന്നൊക്കെ ഇവിടെ ന്യൂനപക്ഷങ്ങൾ ആപത്തിൽപ്പെട്ടിട്ടുണ്ടോ? ഓഫീസിലാ? കോൺഗ്രസിന്റെ ഓഫീസിലാണോ? അല്ല. എവിടെയാ അഭയം തേടിയത്? CPM-ന്റെ ഇരിട്ടിയിലെ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ മുമ്പിലാ ഇവർ അഭയം തേടിയത്. 3 ദിവസം കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടെയുള്ള സഖാക്കള് അവരെ കാത്തു സൂക്ഷിച്ചു, സംരക്ഷിച്ചു. നിങ്ങൾ എടുത്തു പരിശോധിക്കുക ഇവിടുത്തെ മുസ്ലിം ലീഗിലെ ആളുകള് എന്ന് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരായി RSS എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിലൊക്കെ അന്നൊക്കെ അവരെ സഹായിക്കാൻ കോൺഗ്രസ് അല്ല, മുസ്ലിം ലീഗ് അല്ല, ആരാ? CPM മാത്രമേ എന്നും എക്കാലത്തും ഉണ്ടായിട്ടുള്ളൂ. ചരിത്രമതാ. പുന്നാട് അശ്വിനി കുമാറിനെ കൊന്ന സമയത്ത് 110 വീടുകൾ ആക്രമിച്ചു RSSകാര്. ആ 110 വീടുകളിൽ നിന്നും പോയ അവിടെയുള്ള മുസ്ലിം സഹോദരന്മാര്, അമ്മമാര്, ഗർഭിണികള് ഇവരെല്ലാം ഓടി. എവിടെയാ അഭയം തേടിയത്? മുസ്ലിം ലീഗിന്റെ ഓഫീസിലാ? LDF-ന്റെ. എന്നിട്ട് അതിൽ നബീന്റെ ചിത്രം വരയ്ക്കും, നബീനെ. പിന്നെ അപ്പുറത്തെ വാഴയിൽ ക്രിസ്തുവിനെയാക്കും. എന്നിട്ട് ചുരിക കൊണ്ട് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ എടുക്കണം.
അത് കുത്തുന്ന രീതി സാധാരണ കുത്തലല്ല. കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ കുത്തിയാൽ അത് ഇങ്ങനെ തിരിക്കാൻ പറ്റും. ഇങ്ങനെ തിരിച്ചാൽ ഈ ഇരുതല മൂർച്ചയുള്ള എസ് ആകൃതിയിലുള്ള കത്തി ഈ കയ്യിൽ ഇപ്പൊ ഇങ്ങനെ വെച്ച് തിരിച്ചാൽ ഈ കൈ സർജറി ചെയ്യാൻ പറ്റൂല. ഈ കൈ അപ്പാടെ മുറിക്കണം. അതാണ് ആ എസ് ആകൃതിയുള്ള കത്തി. ഇത് പരിശീലിപ്പിക്കുന്ന പരിശീലകനാണ് ആര്?